കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ട്രെയിൻ അപകടമുണ്ടായ സിലിഗുഡിയിലേക്ക് തിരിച്ചു. സാഹചര്യങ്ങൾ നേരിട്ട് വിലയിരുത്തും. കാഞ്ചൻജംഗ എക്സ്പ്രസ് ഗുഡ്സ് ട്രെയിനുമായി കൂട്ടിയിടിച്ച് 5 പേർ മരിച്ചു, 25 പേർക്ക് പരിക്കേറ്റു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ബൽറാം, എന്താണ് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? വേണു, കാഞ്ചൻജംഗ എക്സ്പ്രസ് പശ്ചിമ ബംഗാളിലെ സിലിഗുഡിക്ക് സമീപം അപകടത്തിൽപ്പെട്ട സ്ഥലം സന്ദർശിക്കുന്നതിനായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് യാത്ര തിരിച്ചിരിക്കുന്നു. അദ്ദേഹം നേരിട്ടെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. ഒപ്പം തന്നെ ചികിത്സയിലുള്ളവർക്ക് വിദഗ്ധമായ ചികിത്സ ലഭിക്കുന്നതിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നേരിട്ട് നൽകാനും സാഹചര്യം അവലോകനം ചെയ്യുന്നതിനുമായാണ് അപകട സ്ഥലം സന്ദർശിക്കുന്നത്. അപകടം വിവരമറിഞ്ഞ് മിനിറ്റുകൾക്കകമാണ് ഈ സംഭവ സ്ഥലത്തേക്ക് തിരിക്കാനുള്ള മന്ത്രിയുടെ തീരുമാനം. പ്രധാനമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശത്തെ തുടർന്നാണ് ഇത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ അപകടത്തിൽ ഇതുവരെ 5 പേർ മരിച്ചതായാണ് ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരം. 25 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു എന്നുമാണ് വിവരം. ഇപ്പോഴും പ്രദേശത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെയും പ്രത്യേക സംഘങ്ങൾ അപകട സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട് നിലവിൽ. ഒപ്പം പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തന്നെയാണ് രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ആംബുലൻസുകളും ഡോക്ടർമാരും പ്രദേശത്തെ ആശുപത്രികളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. വിദഗ്ധ ചികിത്സ ഈ അപകടത്തിൽപ്പെട്ടത് അവർക്ക് ഉറപ്പാക്കാനുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി മമതാ ബാനർജി നൽകിയിരിക്കുന്നു. കൂടാതെ റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥർ ഇപ്പോൾ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കൂടുതൽ ഉന്നത ഉദ്യോഗസ്ഥർ ഈ അപകട സ്ഥലത്തേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട് എന്നാണ് റെയിൽവേയിൽ നോർത്തേൺ ഫ്രോണ്ടിയർ റെയിൽവേയിൽ നിന്നും ലഭിക്കുന്ന വിവരം. രംഗപാണി സ്റ്റേഷന് സമീപത്ത് വെച്ച് ഗൂഡ്സ് ട്രെയിൻ ഈ കാഞ്ചൻജംഗ എക്സ്പ്രസിന്റെ പിന്നിൽ നിന്നും ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത്. വൻ അപകടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. AC കോച്ച് അടക്കമുള്ള കോച്ചുകൾ പൂർണ്ണമായും തകർന്ന് പാളത്തിൽ നിന്നും വേർപെട്ടിട്ടുണ്ട്. കൂടാതെ ഗൂഡ്സ് ട്രെയിനിന്റെ ഒരു ബോഗി ഈ ട്രെയിനിന് മുകളിൽ ഇടിച്ചു കയറിയ നിലയിലാണ് നിലവിൽ സ്ഥലത്ത് സാഹചര്യമുള്ളത്. വേണു, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ബംഗാളിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ച് 5 പേർ മരിച്ചു, 25ഓളം പേർക്ക് പരിക്ക്. രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടരുകയാണ്. റെയിൽ മന്ത്രി അപകട സ്ഥലത്തേക്ക് തിരിച്ചിരിക്കുന്നു.